നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. വാങ്കഡയിൽ റിയാൻ റിക്കിൾട്ടൺ ഷോ. എന്തൊരു ബാറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയത്. 55 പന്തുകളിൽ നിന്ന് 123 റൺസ്. അദ്ദേഹം സെഞ്ചുറി നേടുന്നത് 44 പന്തുകളിൽ നിന്നാണ്. സാക്ഷാൽ സനത് ജയസൂര്യയുടെ റെക്കോർഡാണ് മറികടന്നത്. സനത് ജയസൂര്യയും തിലക് വർമ്മയും 45 പന്തുകളിൽ നിന്ന് നേടിയതായിരുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് IPL സെഞ്ചുറി. 18 വർഷങ്ങൾക്ക് മുമ്പ് സനത് ജയസൂര്യ നേടിയ ആ റെക്കോർഡ് ഇതാ റിയാൻ റിക്കിൾട്ടൺ ഒരു പന്ത് മുമ്പ് നേടിക്കൊണ്ട്, അതായത് 44 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിക്കൊണ്ട് മറികടന്നിരിക്കുന്നു. കഴിഞ്ഞോ? എവിടെ കഴിയാൻ. റിയാൻ റിക്കിൾട്ടൻ്റെ ഈ ഇന്നിങ്സ് 123 നോട്ട് ഔട്ട്, 55 പന്തുകളിൽ നിന്ന് 10 ഫോറും 8 സിക്സറുകളും അടക്കം. ഇത് ചരിത്രമാണ്. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ബൈ എ മുംബൈ ഇന്ത്യൻസ് ബാറ്റർ ഇൻ IPL ഹിസ്റ്ററി. IPL ചരിത്രത്തിലെ ഒരു മുംബൈ ഇന്ത്യൻസ് ബാറ്ററുടെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 243 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് നേടിയിരിക്കുന്നത്. സ്കോറിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ മാറ്റമൊക്കെ ക്ലിക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ടും പരിക്ക്. അത് ക്വിൻ്റൺ ഡി കോക്കിന് പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റിയപ്പോഴാണ് റിയാൻ റിക്കിൾട്ടനെ കളിപ്പിക്കാനുള്ള തീരുമാനം വന്നത്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് നമ്മൾ ഈ കണ്ടത് എന്ന് തന്നെ പറയാം. ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് സ്ക്വാഡ് ഇറങ്ങിയത്. ക്വിൻ്റൺ ഡി കോക്കിന് റിസ്റ്റ് ഇഞ്ചുറി, രോഹിത് ശർമ്മ ഫിറ്റ് ആവാത്തതുകൊണ്ട് അദ്ദേഹവും കളിച്ചില്ല. റിക്കിൾട്ടനും മിൻസും ജാക്സും ബോൾട്ടും മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നു. എന്തായാലും ക്ലിക്കായി വിൽ ജാക്സ് പൊളിച്ചടുക്കിക്കൊണ്ടുള്ള തുടക്കമാണ് ഇട്ടത്. 22 പന്തിൽ നിന്ന് 5 ഫോർ 3 സിക്സും അടക്കം അദ്ദേഹം 46 റൺസ് അടിച്ചു മടങ്ങുമ്പോൾ 8ാമത്തെ ഓവറിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിരിയുമ്പോൾ 93 റൺസ്, ഒരു വിക്കറ്റിന് 93 റൺസ് എന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസ്. പക്ഷേ പിന്നാലെ വന്ന സൂര്യക്ക് തിളങ്ങാൻ പറ്റിയില്ല. 5 പന്തിൽ നിന്ന് 5 റൺസ്. നമാന്തിർ 17 പന്തിൽ നിന്ന് 22 റൺസാണ് അടിച്ചത്. തിലക് വർമ്മക്ക് മുമ്പ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വന്നു. ഇന്ന് മോശമല്ലാതെ കളിച്ചിട്ടുണ്ട്. 15 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം 206.67 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 31 റൺസാണ് അടിച്ചത്. തിലക് വർമ്മ 5 പന്തിൽ 7 റൺസ് അടിച്ചു. അവസാന ഓവറിൽ പ്രഫുൽ ഹിഞ്ചയുടെ പന്തിൽ ഹെൻറിക് ക്ലാസൻ പിടിച്ച് മടങ്ങുകയായിരുന്നു. ഏതായാലും ഒടുവിൽ റിക്കിൾട്ടൺ ആ ഓവറിൽ 6ഉം 4ഉം അടിച്ചുകൊണ്ടാണ് കളി ഫിനിഷ് ചെയ്തത്. 55 പന്തുകൾ 10 ഫോറും 8 സിക്സും അടക്കം 123 റൺസ് അടിച്ചു. സാക്കിബ് ഹുസൈനും പ്രഫുൽ ഹിഞ്ചയും ഒക്കെ ചേർന്നുകൊണ്ട് അവസാനം നന്നായിട്ട് തന്നെ പന്ത് എറിഞ്ഞിരുന്നു. ബട്ട് അവസാനത്തിൽ ഈ പന്തുകൾ 6ഉം 4ഉമായി എന്നത് നമുക്ക് മാറ്റി നിർത്തിയാൽ പയ്യന്മാർ അവസാന ഘട്ടത്തിൽ നന്നായി എറിഞ്ഞിട്ടുണ്ട്. ഇസാൻ മലിംഗയുടെ കാര്യമാണ് എടുത്തു പറയാൻ. 4 ഓവർ 29 റൺസ് അദ്ദേഹം 1 വിക്കറ്റ് എടുത്തു. ഹിഞ്ച 4 ഓവറിൽ 54 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്, 2 വിക്കറ്റ്. സാക്കിബ് ഹുസൈന് 3 ഓവറിൽ 39 റൺസിന് 1 വിക്കറ്റ്. നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ 31 റൺസിന് 1 വിക്കറ്റ്. ഏതായാലും സാക്കിബ് ഹുസൈനും പ്രഫുൽ ഹിഞ്ചയും അവരുടെ സ്പെല്ലിൻ്റെ തുടക്കത്തിൽ എക്സ്പെൻസീവ് ആവുന്നത് മാറ്റി നന്നായിട്ട് തന്നെ തുടങ്ങാൻ കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ SRHന് അത് ഗുണം ചെയ്യും. പാറ്റ് കമിൻസ് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എനിവേ 243 ദാറ്റ്സ് എ ബിഗ് സ്കോർ. പക്ഷെ വാങ്കഡയാണ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ഹെൻറിക് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെയുണ്ട്. ഒരിക്കലും എളുപ്പമായിരിക്കില്ല എന്നറിയാം ചേസ്. പക്ഷേ SRHന് പ്രതീക്ഷയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.